നോർത്ത് ഈസ്റ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്പാകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഈ ഇവിടെ എത്ര പെർസെന്റേജ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയാവോ? അവിടെ പൂർണ്ണമായിട്ടും എഡ്യൂക്കേഷൻ ഉള്ളതാണ്. എഡ്യൂക്കേഷൻ ഉള്ള. അപ്പം പിന്നെ ഈ ഏജൻസി എന്ന് പറയുന്നത് ഇതൊക്കെ ലേബറാണ് വരുന്നത്. ജോലി സാധ്യത അന്വേഷിച്ച് വരുന്നതാണ്. അവിടെയുള്ള ജോലി ശമ്പളം കുറയുമ്പോഴാണല്ലോ നമ്മൾ വരുന്നത്. ഉള്ളവർ ഞങ്ങൾ പറയുന്നു സാറ് ഇത് ആരാണ്ട് പറഞ്ഞ് കേട്ടിട്ടാണ് പറയുക. സാറേ ഇത് ഇങ്ങനെ അല്ല. നേപ്പാളം അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരെ ഈ ട്രാഫിക്കിംഗ് വഴി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം പലരും കൽക്കട്ട പോലുള്ള നഗരങ്ങളിൽ ഫോർജറി നടത്തി അവരുടെ ആധാർ ഇന്ത്യൻ ആധാറാക്കി പലരും കേരളത്തിൻ്റെ തന്നെ പല പല സ്ഥലത്തുകളിലും ജോലി ചെയ്യുന്നുണ്ട്. ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കൂടുതലും ഈ സ്പാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. അവർക്ക് അവരുടെ അഡ്രസ്സിങ് പോലും കറക്റ്റ് അല്ല. അവർക്ക് ഇപ്പം നമുക്ക് ലേബേഴ്സ് ഉണ്ട്, ആ ലേബർ ഓഫീസിൽ പോലും ഇവരുടെ പേരും വിവരങ്ങളോ ഒന്നും രജിസ്റ്റേർഡ് അല്ല. അവരാകെ പ്രവർത്തിക്കുന്നത് ഒരു MSME ലൈസൻസ് എടുക്കും, അത് കഴിഞ്ഞതിന് ശേഷം K-50 ഒരു ലൈസൻസ് എടുക്കും. പക്ഷെ അതിനുശേഷം ഉള്ള പ്രവർത്തനങ്ങൾ ഇപ്പം കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള ലൈസൻസിങ് വേണം എന്നുണ്ടെങ്കിൽ പോലും അവരത് ചെയ്യാറില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ്, താങ്കൾ തന്നെ പറഞ്ഞോളൂ. ഈ എന്താണ് ഇപ്പൊ നമ്മുടെ പോലീസ് അധികാരികളൊക്കെ ഇത് കാണുന്നുണ്ടാവും, ഈ റെയ്ഡിന് പോകുന്ന ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കാണുന്നുണ്ടാവും. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ആളെന്ന നിലയിൽ ഈ സ്ഥലം ശുദ്ധീകരിക്കണം. ഈ തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല, അവർക്ക് കൂട്ടബലാത്കാരം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിന്റെ പേരുദോഷം ആയതുകൊണ്ട് എന്താണ് ചേട്ടാ ഒരു വഴി? 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത് പറയണം, ഈ ലൈസൻസ് ഇല്ലാത്ത ഉടനെ തന്നെ നിർത്തണം. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു ഫോൺ ഒരു സ്പായിൽ വിളിച്ചിട്ട് സാറേ അത് കിട്ടുവോ ഇത് കിട്ടുവോ, ആ സ്ഥാപനങ്ങളെ അപ്പം അങ്ങനെ വിളിച്ച് ചോദിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണോ കേരളത്തില്? ഈ 100% ഒരു 100 കോള് വന്നു കഴിഞ്ഞാൽ 80 കോൾ അതായിരിക്കും. അപ്പൊ നമ്മൾ 80 കോൾ അവിടെ തന്നെ റിജക്ട് ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.